ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷക് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇതിനു മുൻപ് ഒരു ഗാർഡൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തി. അപ്പം അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ റോസ് പ്ലാന്റ്സ് ഒക്കെ ബാൽക്കണിയിലാണ് വെച്ചിരുന്നത്. അതുപോലെ മുല്ലയൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരുന്നത് നിങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പം ഞാൻ അതിലൊക്കെ മാറ്റം വരുത്തി. കാരണം ഇപ്പം മുല്ല സീസൺ ആണല്ലേ, മുല്ല പൂവൊക്കെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് മൊട്ടൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം വരെ എൻ്റെ മുല്ലയിൽ ഒരുപാട് മൊട്ട് വന്നതായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം എനിക്ക് വന്നില്ല. അപ്പോൾ ഞാൻ ഈ വെയിലത്ത് നിന്നത്തെ ഈ ഒരു മുല്ലയിൽ മാത്രം വരുന്ന എല്ലാ കിളിർപ്പിലും കുറേ മൊട്ടൊക്കെ ഉണ്ട്. പുതിയ 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 കിളിർപ്പ് വരികയും ചെയ്ത് നന്നായിട്ട് വളർന്ന് അതങ്ങ് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അല്ലാതെ നിൽക്കുന്ന രണ്ട് പോട്ടിലും മുല്ല ഒരു മൊട്ടൊന്നല്ല, അതിൽ പുതിയൊരു കിളിർപ്പ് പോലും നേരിച്ചോ വരുന്നില്ല. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു നല്ല മഴയൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേക്കും നിറയെ മൊട്ട് വരുമെന്ന്. ഇപ്പം എനിക്ക് മനസ്സിലായത് അങ്ങറ്റം കാണുന്ന ആ ഭാഗത്ത് ഉച്ചയ്ക്ക് ശേഷമാണ് വെയിൽ വരുന്നത്. ആ വെയിലത്താണ് ഇവരിരുന്നത്. അപ്പം ആ വെയിലല്ല ഇവർക്ക് ആവശ്യം, രാവിലെ തൊട്ടുള്ള വെയിലാണ് എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ആ മുകളിൽ ഇരിക്കുന്ന ആ ഒരു ചെറിയ മുള്ളിയിൽ വരെ മൊട്ട് വന്നു. അപ്പം അവിടെ വെയിലടിക്കുന്ന ഭാഗമാണ്, രാവിലത്തെ വെയിലൊക്കെ വരുന്ന ഭാഗമാണ്. അപ്പം ഇതിൽ രണ്ടിലും ഒരുപാട് മുട്ട് വരേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇവരെയും കൂടെ ഇങ്ങോട്ടേക്ക് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കാം, എനിക്ക് തോന്നുന്നു ഇനി എന്തായാലും മുട്ട് വരും, ക്ലിപ്പൊക്കെ വന്ന് സെറ്റാവും. അതും ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം. ഇതിനു മുമ്പ് ഇത് ഏറ്റവും മുകളിൽ ടെറസിൽ ഇരുന്നതുകൊണ്ട് നമുക്ക് ഏത് വെയിലാണ് അങ്ങനെയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇത് താഴെ വെച്ചതിന് ശേഷമാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ആ രാവിലെ മുതലുള്ള ആ വെയിൽ മാക്സിമം ഉച്ചവരെയുള്ള വെയിൽ അതിൽ അടിക്കണം, ഉച്ചയ്ക്ക് ശേഷമുള്ള വെയിൽ വലിയ പ്രയോറിറ്റി ഇല്ല എന്ന് എനിക്ക് ഇത് വെച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നമ്മളെ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന ഓല പോലത്തെ ചെടിയെ എടുത്ത് ഞാൻ അങ്ങ് നീക്കി അങ്ങ് അറ്റത്തോട്ട് ആ മുല്ല ഇരുന്ന ഭാഗത്തോട്ട് മാറ്റി. എന്നിട്ട് എല്ലാം മുകളിലിരുന്ന സ്റ്റാൻഡ്, അതായത് ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സാധാരണ പറഞ്ഞു പോകുന്നത്. നമ്മൾ റോസ് പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റാൻഡിനെ എടുത്ത് ഞാൻ താഴെ വെച്ച് ഈ പ്ലാന്റ്സ് ഒക്കെ എടുത്ത് സ്റ്റാൻഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പ്ലാന്റിൻ്റെ ഈ സ്റ്റാൻഡ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം അത് സ്റ്റാൻഡൊക്കെ അടിപൊളിയാണ്, പക്ഷേ പെട്ടെന്ന് അത് തുരുമ്പെടുക്കും. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് ഈ ബുഷ് പോലത്തെ സാധനം, ഈ ഒരു റബ്ബർ പോലത്തെ സാധനം ഉണ്ടല്ലോ, അതില്ല. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മേളിൽ ബാൽക്കണി വെച്ചപ്പം അതിൻ്റെ താഴെ നമ്മുടെ ടൈലിൽ തുരുമ്പിറങ്ങുന്നുണ്ടായിരുന്നു. ഈ സ്റ്റാൻഡിൻ്റെ ഈ കാലിൽ ഭാഗത്ത് കാണുന്ന എല്ലാം ഞാൻ പ്ലാസ്റ്റിക് കവർ വെച്ച് സെല്ലോ ടേപ്പ് ഇട്ട് ഒട്ടിച്ച് വെച്ചിട്ടാണ് ഞാനിപ്പോൾ താഴെ കൊണ്ട് വെച്ചിരിക്കുന്നത്. മേളിൽ അത്രയും തുരുമ്പായി, പിന്നെ താഴെ വെച്ചപ്പം താഴെയും കൂടെ തുരുമ്പ് ഇറങ്ങണ്ട, അല്ലെങ്കിൽ പെട്ടെന്ന് അത് നശിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ചെയ്തേ ഉള്ളൂ. എത്ര നാൾ ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനത്തെ സ്റ്റാൻഡൊക്കെ വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് തുരുമ്പെടുക്കും. അപ്പം നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കുറച്ച് പെയിൻ്റൊക്കെ അടിച്ച് കൊടുക്കേണ്ടിയൊക്കെ വരും. പിന്നെ അടുത്ത വെയിൽ വേണ്ട ഒരു പ്രത്യേക ഒരു ചെടിയാണ് റോസ് പ്ലാന്റ്സ്. അപ്പം നമുക്കൊക്കെ അറിയാം റോസ് പ്ലാന്റ്സ് നല്ല വെയിലത്താണ് വെക്കേണ്ടതെന്ന്. അപ്പം സ്ഥലമില്ലാത്തവർക്ക് എന്ത് ചെയ്യും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ബാൽക്കണിയിലൊക്കെ സെറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബാൽക്കണിയിലൊക്കെ രാവിലെ തൊട്ട് നല്ല വെയിൽ വരികയാണെങ്കിൽ അവിടെ തന്നെ വെക്കുന്നത് നല്ലതാണ്. അല്ല, രാവിലത്തെ വെയിൽ ഉച്ചവരെ ഒന്നും വെയിൽ അടിക്കുന്നില്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ നല്ല വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റണം. ഈ റോസ് പ്ലാന്റ്സ് നമുക്ക് ഏറ്റവും മേളിൽ കൊണ്ടുവന്ന് വെക്കാം, ടെറസിൽ കൊണ്ടുവന്ന് വെക്കാം. പക്ഷേ ഒരുപാട് വെയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത്രയ്ക്ക് ചുട്ടുപൊള്ളുന്ന വെയിൽ അടിച്ചാലും അവർക്ക് കേട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റാൻഡിൽ ഇരുന്ന് ഈ റോസ് പ്ലാന്റ്സിനെ കൊണ്ടുവന്ന് ഈ ചെവറിൽ കൊണ്ടുവന്ന് ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, കാരണം അതൊക്കെ ഞാൻ നന്നായിട്ട് വളമൊക്കെ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പക്ഷെ അത് വളരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ വെയിൽ കൊള്ളണം എന്ന് കരുതിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ വെയിൽ കൊള്ളേണ്ട 2-3 ചെടികൾ ഇവരൊക്കെ ആണ്. അതുപോലെ പിച്ചിയും ഉണ്ട്, പിച്ചിക്കും വെയിൽ ആവശ്യമാണ്. ഞാനത് ബാൽക്കണിയിൽ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ മുല്ലയൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പം ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്ത കുറച്ച് കമ്പൊക്കെ ഞാൻ ഒന്ന് വേര് വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറൊരു പോട്ടിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അത് ഷോർട്സ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 2-3 എണ്ണത്തിലെങ്കിലും വേര് വരും. ഈ ഇരിക്കുന്ന മുല്ലയെല്ലാം ഞാൻ ഈ സെറ്റ് ചെയ്ത മുല്ലയെല്ലാം കമ്പ് വെച്ച് വേര് വരുത്തിച്ചതാണ്, കടയിൽ നിന്ന് വാങ്ങിച്ച് വെച്ചതല്ല. അപ്പം അതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും 1-2 വേര് വരും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പം നമ്മൾ എടുത്ത് കളയണേം കാലം വേര് വരാൻ വേണ്ടി ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്ത്, അങ്ങനെ വേര് വരുവാണെങ്കിൽ അതും നിങ്ങളോട് ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.